ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ ഇക്വേഷൻ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ നൊട്ടേഷനായിട്ട് ഞാൻ പറഞ്ഞത് എ ഡോട്ട് ബി എന്നുള്ള രീതിയിലാണ്. സോ എയും ബിയും ഏത് ഡയമെൻഷനിൽ കിടക്കുന്ന വെക്ടേഴ്സും ആവാം, പക്ഷേ അതിൻ്റെ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ സം എടുക്കുവാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൽ ചെയ്യുന്നത്. സോ എയും ബിയും ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവും എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to d, എക്ക് ഞാൻ എ ഐ ടൈംസ് ബി ഐ. സോ A1 into B1 പ്ലസ് A2 into B2 പ്ലസ് A3 into B3 അങ്ങനെ സോ ആൻഡ് സോ ഫോർത്ത് പോകും. എന്നിട്ട് ടോട്ടൽ സം എടുക്കും. ഇതാണ് നമ്മൾ ഒരു ഓപ്പറേഷൻ കണ്ടത്. ഇതുകൂടാണ്ട് ഡോട്ട് പ്രോഡക്റ്റിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇക്വേഷൻ കൂടെയുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. അതല്ല, വേറൊരു ഓൾട്ടർനേറ്റീവ് ഇക്വേഷനും കൂടെയുണ്ട്. അതെന്ന് പറയുന്നത് എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം, L2 നോം, ദെൻ ബി എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം, അതിനുശേഷം കോസ് തീറ്റ കൊടുക്കണം. ഇതിൽ ഈ തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. ഓക്കെ, സോ അത് ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള ആംഗിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിനെ ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിലുള്ള, അല്ലെങ്കിൽ എയും ബിയും പെർപെൻഡിക്കുലർ ആവുമെന്ന് ഞാൻ പറഞ്ഞു. സോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് വരും? 90 ഡിഗ്രി വരും. അപ്പോൾ 90 ഡിഗ്രി കോസ് 90 ഡിഗ്രി നമുക്ക് എത്രയാണ് സാധാരണ വരുന്നത്? നമ്മുടെ വാല്യൂ എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ്. കോസിൻ്റെ കർവ് പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഈ രീതിയിലാണ് പോകുന്നത്. ഇത് 0th ഡിഗ്രിയിൽ വരുന്നത്, 90 ഡിഗ്രിയിൽ അത് 0 ആണ് വരുന്നത്. 0 ഡിഗ്രി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് മാക്സിമം വരുന്നത് 1 വരുന്നത്, ഇവിടെ അത് 0 ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സ് ഒരേ ആവുമ്പോഴാണ് ഡോട്ട് പ്രൊഡക്റ്റ് മാക്സിമം വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ആംഗിൾ എന്ത് വരും? ഇവിടെ തീറ്റ 90 ഡിഗ്രിയാണ്. സോ കോസ് 90 0 ആണ്. ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത്, ആ ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. സോ അപ്പം നമുക്ക് വരുന്ന വാല്യൂ കോസ് 0 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ ഒരു ടേം കോസ് തീറ്റ എന്ന് പറയുന്ന ടേം ഏറ്റവും മാക്സിമം വരുന്നത് ഈ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് 0 വരുമ്പോഴാണ്. സോ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് ആംഗിളിൽ നമ്മൾ നോക്കിക്കാണുവാണ്, വേറൊരു രീതിയിൽ നമ്മളതിനെ നോക്കിക്കാണുവാണ്. ഓക്കെ, സോ ഈ ഒരു ഡെഫിനിഷൻ കൂടെ അതിനുണ്ട്. പക്ഷേ ഈ ഒരു ഡെഫിനിഷൻ ഈ ഒരു രീതിയിൽ നമ്മളതിനെ കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എയും ബിയും നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കണം. സോ ഇത് യൂസ് ചെയ്തിട്ട് മറ്റൊരു ഇൻ്റർപ്രിട്ടേഷൻ കൂടിയുണ്ട്. അതായത് നമുക്കറിയാം ഈ കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് ആക്ച്വലി നമുക്കെന്താണ് -1നും +1നും ഇടയിലാണ് ഈ കോസ് തീറ്റ വരുന്നത്. ടോട്ടൽ അതിൻ്റെ പോസിബിൾ റേഞ്ച് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് +1 വരെ പോകാം, അതുപോലെ -1 വരെ പോകാം. സോ ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും വരാം, ഇൻക്ലൂഡിങ് 0. ഓക്കെ, സോ നമ്മളിതിനെ ഡോട്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരച്ചാൽ അങ്ങനെയായിരിക്കും വരുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു മെട്രിക്കും കൂടിയുണ്ട്. അതായത് വെക്ടറുകൾ തമ്മിലുള്ള സിമിലാരിറ്റിയെ സൂചിപ്പിക്കാനായിട്ട് അതിന് പറയുന്ന പേര് കൊസൈൻ സിമിലാരിറ്റി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ അത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതിനെ ഒന്ന് റീഓർഡർ ചെയ്താൽ മതി. അതായത് എ ഡോട്ട് ബി, ഇവിടെ നമുക്കറിയാം ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് സം എടുക്കുന്ന ഓപ്പറേഷൻ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എ ഡോട്ട് ബി ഉണ്ട്, റൈറ്റ് സൈഡിൽ മോഡ് ഓഫ് എ ഇൻറ്റു മോഡ് ഓഫ് ബി ഇൻറ്റു കോസ് തീറ്റ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊസൈൻ സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇവിടുന്ന് ഈ ഒരു മോഡ് ഓഫ് എയും മോഡ് ഓഫ് ബിയെയും ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡ് ഓഫ് എ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് നോട്ട് മോഡല്ല, മാഗ്നിറ്റ്യൂഡാണ്, അതിൻ്റെ L2 നോമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോസ് തീറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊസൈൻ സിമിലാരിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഏത് ഡയമെൻഷനിൽ കിടക്കുന്ന രണ്ട് വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും, അതായത് 4 ഡയമെൻഷനിലോ 5 ഡയമെൻഷനിലോ n ഡയമെൻഷനിലോ k ഡയമെൻഷനിലോ കിടക്കുന്ന വെക്ടേഴ്സ് ആണ് എയും ബിയും ആണെന്നുണ്ടെങ്കിലും, നമുക്ക് ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ എത്രത്തോളം സിമിലർ ആണ് എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നമുക്കിതുകൊണ്ട് പറ്റും. സോ
ഇതുപോലെ നമ്മൾ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ട് വെക്ടേഴ്സും എക്സാക്ട്ലി സെയിം ആണ് എന്നാണ്. എന്നാൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. അതുപോലെ -1 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് വെക്ടേഴ്സും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണെന്നുള്ള രീതിയിലാണ്. അതുപോലെ 0 ആണെന്നുണ്ടെങ്കിൽ രണ്ടും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ രണ്ടും കംപ്ലീറ്റ്ലി ഓർത്തോഗണൽ ആണെന്നുള്ള രീതിയിലാണ് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. സോ ഇതിൻ്റെ യൂസ് കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേർഡ്സ് നമ്മൾ വേർഡ്സിനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതിൽ നമുക്ക് സെൻറ്റൻസസ് ഉണ്ട്, ടെക്സ്റ്റ് ഇൻഫർമേഷനാണ്, സെൻറ്റൻസസ് ഉണ്ട്, അതിൽ വേർഡ്സിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വേർഡ്സിനെയും നമുക്ക് നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അവിടെ നമ്മൾ എപ്പോഴും വേർഡ്സിനെ നമ്മൾ വെക്ടേഴ്സായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടാണ് പല ഓപ്പറേഷൻസും ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്ന് വേർഡ് ടു വെക് എന്നൊക്കെ പറഞ്ഞുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് ശരിക്കും അതിനെ നമ്പറൈസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെക്ടേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യും. ആ വെക്ടർ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡയമെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെക്ടർ ആയിരിക്കും. ചിലപ്പോൾ അത് 128 ആയിരിക്കും, 256 ആയിരിക്കും, 512 ആയിരിക്കും. സോ നമ്മൾ ആ ഡയമെൻഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, 256 എന്ന് പറയുന്ന ഡയമെൻഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വേർഡ്സിനെയും ഈ ഒരു സ്പേസിലോട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഹാപ്പി എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരു 128 അല്ലെങ്കിൽ 256 ഡയമെൻഷൻ വെക്ടറായിട്ട് മാറ്റും. അതുപോലെ ജോയ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു 256 ഡയമെൻഷൻ വെക്ടർ ആയിരിക്കും. സോ ഈ ഓരോ ഡയമെൻഷനിലും വരുന്ന ആ നമ്പേഴ്സ് ഡിഫറെൻറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോ വെക്ടറിനെയും നമ്മൾ വേർഡ്സിനെയും ഇതുപോലെ വെക്ടേഴ്സ് 256 വെക്ടേഴ്സ് ആക്കിയാൽ, അതായത് ഈ പറയുന്ന പോലെ വെക്ടേഴ്സ് ആക്കി മാറ്റിയാൽ നമുക്ക് ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സിമിലാരിറ്റി, കൊസൈൻ സിമിലാരിറ്റി, ഹാപ്പി ആൻഡ് ജോയ്. ഈ രണ്ട് വേർഡ്സ് തമ്മിലുള്ള സിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹാപ്പി ആൻഡ് സാഡ്. സോ നമ്മൾ ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു കൊസൈൻ സിമിലാരിറ്റി കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു കേസിൽ ഇത് തമ്മിലുള്ള കൊസൈൻ സിമിലാരിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പം നമുക്കൊരു ഹൈ വാല്യൂ കിട്ടും. അതായത് നിയർ ബൈ 1, എക്സാക്ട്ലി 1 കിട്ടില്ല, കാരണം രണ്ടും രണ്ട് വേർഡ്സ് ആണ്. ബട്ട് സിമിലർ കോണ്ടെക്സ്റ്റിൽ വരുന്ന, സിമിലർ മീനിങ്ങിൽ വരുന്ന വേർഡ്സ് ആണ്. സോ ഒരു ഹൈ വാല്യൂ കിട്ടും. നേരെ മറിച്ച് ഹാപ്പി ആൻഡ് സാഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഡിഫറെൻറ്റ് മീനിങ്ങിലാണ്. സോ നമുക്ക് ഒരു ലോ വാല്യൂ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ഇതിൻ്റെ പ്രാക്ടിക്കൽ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. അതും ഈ വേർഡ് ടു വെക്കിൻ്റെയൊക്കെ ഏറ്റവും സർപ്രൈസിങ് ഒരു നേച്ചറാണ് ഈ ഒരു കോണ്ടെക്സ്റ്റൽ ഇൻഫർമേഷൻ ഒരു വെക്ടർ ഫോമിൽ ഈ ഒരു ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റോട് കൂടിയൊക്കെ തന്നെ അതിനെ ലേൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതിൻ്റെ യൂസ് കേസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദെൻ അതിൻ്റെ വിഷ്വൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ, കോസ് തീറ്റ, നമ്മൾ ബാക്ക് ടു പഴയ ആ ഒരു ഐഡിയയുമായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കോസ് തീറ്റ എന്തുകൊണ്ട് എപ്പോഴൊക്കെയാണ് ഹൈ വരുന്നത്, എപ്പോഴൊക്കെയാണ് ലോ വരുന്നത്, അപ്പോൾ ആംഗിൾ എങ്ങനെയാണ് വരുന്നത്, ആംഗിൾ വരുമ്പോൾ സിമിലാരിറ്റി എങ്ങനെയാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഉള്ള. ഓക്കെ, സോ ഓക്കെ, സോ ഈ ഒരു കൊസൈൻ സിമിലാരിറ്റി എന്ന് പറയുന്നതും അഗെയിൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെക്ടേഴ്സിൻ്റെ കോമൺ ആയിട്ടുള്ള എത്രത്തോളം രണ്ട് വെക്ടേഴ്സ് സിമിലർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.